ഈ ഓപ്പറേഷൻ സിന്ദൂര ഇതിനകത്ത് ഹാഫിസ് സെയ്ദിൻ്റെയും അതുപോലെ മസൂദ് അസറിൻ്റെയും ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുക, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പം മസൂദ് അസറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് വന്ന കാര്യം ചർച്ച ചെയ്തു. പക്ഷേ ഹാഫിസ് സെയ്ദ് എവിടെയാണെന്നോ അയാൾക്ക് എന്ത് സംഭവിച്ചെന്നോ ഇപ്പോഴും അറിയില്ല. എന്താ ഹാഫിസ് സെയ്ദിനെ പറ്റിയിട്ടുള്ള ഈ കനത്ത് നിൽക്കുന്ന മൗനം അത് അർത്ഥവത്താണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഈ കേന്ദ്രം മറ്റേ ഗുരുതര ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അങ്ങനെയാണല്ലോ 9 കേന്ദ്രങ്ങൾ 21 മിസൈലുകൾ എന്നൊക്കെയുള്ളതാണ്, 25 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു കേന്ദ്രത്തിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മിസൈലുകളൊക്കെ വന്നിരിക്കാം, അതിൻ്റേതായ രീതികളൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ഹാഫിസ് സയ്യിദിനെ പറ്റി വിവരമില്ല എന്നുള്ളത് ഹാഫിസ് സയ്യിദ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഉയർത്തുന്നുണ്ട്. ഈ ഭീകരതയുടെ വേരറുക്കണം എന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഇല്ലാതാകണം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മുരിദ് കെ ആണ് ഹാഫിസ് സയ്യിദിൻ്റെ കേന്ദ്രം. മുരിദ് കെയെ പറ്റി നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഹാഫിസ് സയ്യിദിനെ ISI പാർപ്പിച്ചിരിക്കുന്നു. ISIയുടെ കാവലിലാണ് ഹാഫിസ് സയ്യിദ് എന്നൊക്കെ. അപ്പോൾ ഇത് പട്ടാള കേന്ദ്രത്തിൻ്റെയൊക്കെ അടുത്താണ് അയാളുടെയും സ്ഥലവും. ഇയാളെ നമ്മൾ കുറേ കാലമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇയാളാണ് മുംബൈ സ്ഫോടനം നടത്തിയ അജ്മൽ കസബിനെ പരിശീലിപ്പിച്ചത്. ലഷ്കർ എ തൈബ പരിശീലിപ്പിച്ച് വിട്ടയച്ച ആളാണ് അജ്മൽ കസബ്. അത് അജ്മൽ കസബ് ആ വിക്ടോറിയ ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ചിത്രത്തിൽ പതിഞ്ഞു പോയത് കൊണ്ടാണ് അല്ലേ പിടിക്കപ്പെട്ടത്. ഇല്ലെങ്കിൽ അതും നമ്മളന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ മുരിദ് കെയിൽ ഹാഫിസ് സയ്യിദിൻ്റെ മസ്ജിദ് മർക്കസ് തൈബ, അതാണ് മർക്കസ് തായിബ, അതാണ് അയാളുടെ ഈ ലഷ്കർ എ തൈബയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ലഹോറിനടുത്താണ് ഇത്. 200ഓളം ഏക്കർ ഉണ്ട് എന്ന് പറയുന്നു ഈ സ്ഥലം മൊത്തം. ടെറർ നഴ്സറി എന്നാണ് ഇതറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഭീകരത പഠിപ്പിക്കുന്ന സ്കൂൾ ആണ്. അപ്പോൾ ഇയാൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ പ്രഭാഷണ കേന്ദ്രങ്ങൾ, മദ്രസ, ഇതൊക്കെ ഈ 100 ഏക്കർ 200 ഏക്കർ വളപ്പിൻ്റെ അകത്തുണ്ട്. താമസ സ്ഥലങ്ങളുണ്ട്, ക്വാർട്ടേഴ്സ്, ഈ വരുന്ന മറ്റേ വിദ്യാർത്ഥികളൊക്കെ താമസിക്കാനുള്ളത്. ആയുധ പരിശീലനമുണ്ട്, റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അവിടെ. യുവാക്കളെയൊക്കെ ഈ ഹിന്ദുക്കൾക്കെതിരെ ഇന്ത്യക്കെതിരെയൊക്കെ സംസാരിപ്പിച്ച് അവരെ ചാവേറുകളാക്കി മാറ്റുന്ന പരിപാടിയൊക്കെ അവിടെയുണ്ട്. 1000 മറ്റേ വിദ്യാർത്ഥികൾ അവിടെ മദ്രസയിലുണ്ട് എന്നാണ് കണക്ക്. സൂഫ അക്കാദമി എന്നാണ് അതിന് പറയുന്നത്. പിന്നെ അത് പുരുഷന്മാർക്ക് സൂഫ അക്കാദമി, സ്ത്രീകൾക്ക് വേറെ മറ്റേ താമസ സ്ഥലവും പഠിപ്പിക്കുന്ന സ്ഥലമൊക്കെ വേറെ അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ലഷ്കർ എ തൈബയിലെ തന്നെ മുതിർന്ന ആക്ടിവിസ്റ്റുകളുണ്ടല്ലോ, ജിഹാദികൾ, അവർക്ക് വേറെ പരിശീലനം കൊടുക്കുന്ന കേന്ദ്രവും ഉണ്ട്. അത് ചെറിയ റിവോൾവർ പിടിച്ചിട്ട് പിന്നെ മെഷീൻ ഗണ്ണിലേക്കൊക്കെ വരണ്ടേ. അപ്പം അങ്ങനത്തെ ആളുകളും പരിശീലിപ്പിക്കുന്ന വേറെ കേന്ദ്രങ്ങളും ഉണ്ട്. 2008 മുംബൈ ആക്രമണം ഈ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവരെ പരിശീലിപ്പിച്ചയച്ചത് ഇയാളാണ്. പിന്നെ ഇയാൾക്ക് ഈ ദൗറ ഇ റബ്ബാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പരിശീലനം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരപ്രവൃത്തി, ഇൻ്റലിജൻസ്, അതാണ് ദൗറ ഇ റിബ എന്ന് പറഞ്ഞ പരിശീലനം. അത് ISI ആണ് കൊടുക്കുന്നത്. അത് അജ്മൽ കസബിനും കിട്ടിയിരുന്നു. ഒരു ഇൻ്റലിജൻസ് പ്രവർത്തനമൊക്കെ നടത്താവുന്നത് എങ്ങനെ എന്നൊക്കെ പഠിപ്പിച്ചാണ് വിട്ടിരുന്നത്. അപ്പം നമ്മളിപ്പോൾ ബൈസറൻ വാലിയിൽ നടന്ന പഹൽഗാം, അതിനുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇയാളുടെ കേന്ദ്രത്തിന്, സയ്യിദിൻ്റെ കേന്ദ്രം ലാഹോറിൽ നിന്ന് 33 കിലോമീറ്റർ അകലെ, അത് ഗ്രാൻഡ് ട്രങ്ക് റോഡിലാണ്. അതാണ് ഈ ജനവാസ കേന്ദ്രം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലാണ്. ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റി ജമാഅത്ത് ഉദ്ധവ എന്ന് പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തന കേന്ദ്രമൊക്കെയാണ് ഈ നിരോധിക്കപ്പെട്ടതിന് ശേഷം.
ഈ മർക്കസ് കോംപ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്, അയാളുടെ കേന്ദ്രം അല്ലേ? അതെ. അങ്ങനെ കേരളത്തിലും ഒരു കേന്ദ്രം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബഹവൽപൂരിലെ ജയ്ഷ് ഈ ആസ്ഥാനം പോലെ തന്നെയാണ് ഈ ആസ്ഥാനവും. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര കേന്ദ്രമാണ് ഈ 200 ഏക്കർ ജയ്ഷെ മുഹമ്മദിൻ്റെ ഈ മറ്റേ പഠന കേന്ദ്രം ഈ മുരിദ്കയിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര കേന്ദ്രം 1980കളിൽ ഹാഫിസ് സയ്യിദ് തുടങ്ങിയതാണ്. ISIയുടെ സഹായത്തോടു കൂടി ആശുപത്രി, ഓഫീസ്, ബാങ്ക് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം ഏറ്റവും കൂടുതൽ പണം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ബാങ്ക് ശാഖയും വെക്കും, ATM വെക്കും, അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അഫ്ഗാൻ ജിഹാദിന് വേണ്ടി, സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാൻ ജിഹാദിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയായിരുന്നു ഇത്. അതിനുശേഷം പിന്നെ ആ ജോലി കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ പോയി, അമേരിക്കയൊക്കെ പോയി, പിന്നെ ഇന്ത്യക്ക് എതിരെയായി. അമേരിക്കയിലെ 9/11 ആക്രമണത്തിന് ശേഷം LET ബാൻ ചെയ്തിരുന്നു, ലഷ്കർ എ തൈബ. അപ്പോൾ മർക്കസിൻ്റെ പേര് മാറ്റി ജമാഅത്ത് ഉദ്ദവ എന്നാക്കി. 2008 മുംബൈ ആക്രമണം നടത്തി, അതിൽ 166 പേര് കൊല്ലപ്പെട്ടു ഇല്ലേ? ഇസ്രായേൽക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, അമേരിക്കൻ പൗരനും. ചെച്ചനിയയിലെ ആക്രമണത്തിൽ ഈ പങ്കെടുത്തിരുന്നു ഈ ഹാഫിസ് സയ്യിദിൻ്റെ സംഘം. 2500ഓളം ഓഫീസുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട് എന്നാണ് കണക്ക്. സലഫിസ്റ്റ് ജിഹാദി പ്രസ്ഥാനമാണ് ഇത്, ദിയോബന്ദി അല്ല. അതാണ് സലഫിസ്റ്റ് എന്ന് പറയുന്നത്. ദിയോബന്ദിക്ക് വിരുദ്ധമായ പ്രസ്ഥാനമാണ്, സലഫി ജിഹാദി പ്രസ്ഥാനമാണ്. ഇതിൻ്റെ എതിരാളി ഈ ജയ്ഷ് ദിയോബന്ദി പ്രസ്ഥാനം. ഈ ജമ്മു കശ്മീർ പാകിസ്ഥാനിൽ ചേരുക എന്നുള്ളതാണ്, അല്ലാതെ ജമ്മു കശ്മീർ സ്വതന്ത്രമാകുക എന്നുള്ളതല്ല ഈ സംഘടനയുടെ ലക്ഷ്യം. പാകിസ്ഥാനിൽ ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഹാഫിസ് മുഹമ്മദ്, സഫർ ഇക്ബാൽ, അബ്ദുള്ള അസം ഇവരെല്ലാമാണ് ഇത് ഉണ്ടാക്കിയവർ. 1987 ജമാഅത്ത് ഉദ്ദവ എന്ന് പേര് മാറ്റിയത്. അഫ്ഗാനിസ്ഥാനിലെ കുനാറിലാണ് ഇത് തുടങ്ങിയത് സംഘടന. 1996 16 ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തത് ഈ സംഘടനയാണ്. 2001 പാർലമെൻറ്റ് ആക്രമണം, 2006 മുംബൈ സ്ഫോടനം, 2006 മുംബൈയിലെ ട്രെയിനുകളിലെ സ്ഫോടന പരമ്പര, 2008 അജ്മൽ കസബ് എന്ന മുംബൈ സ്ഫോടനം, പിന്നെ 2000 കശ്മീരിൽ ചിത്തിങ് സിംഗ് പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് സിഖുകാരെ കൊല ചെയ്തല്ലോ 32 പേരെ, അത് ചെയ്തതും ഈ ഹാഫിസ് സയ്യിദിൻ്റെ സംഘടനയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് പണ്ട് തന്നെ പകരം വീട്ടാനുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ഭീകര സംഘടനയെ സംബന്ധിച്ച്. ഇപ്പോഴാണ് മതിയായ ഒരവസരം കിട്ടുന്നത്. അതുകൊണ്ട് ഹാഫിസ് സയ്യിദ് ഉണ്ടോ ഇല്ലയോ, ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ആക്രമണത്തിന് ശേഷം. ശരിക്കും പറഞ്ഞാൽ ഈ ഹാഫിസ് സയ്യിദിനെ പൊതിഞ്ഞു പിടിച്ചാണല്ലോ പാകിസ്ഥാൻ നടക്കുന്നത്. അപ്പോൾ ഇയാളെ തീർത്തുന്നോ അല്ല ഇയാളെ വിട്ടു കിട്ടണമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന ഒരാളെ സംരക്ഷിക്കുന്നു എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? അതെന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇപ്പോൾ ഈ 2 ഭീകരന്മാരുടെ കാര്യത്തിലും ഇവരുടെ സംഘടന നിരോധിച്ചിട്ടുണ്ട്. കാരണം ഈ അമേരിക്കയും സ്പെഷ്യൽ കാറ്റഗറി ഭീകരന്മാരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകളാണ്. 10 മില്യൺ തലയ്ക്ക് വിലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ അറസ്റ്റിലാണെന്നും ഇവരുടെ സംഘടനയെ നിരോധിച്ചിട്ടുണ്ടെന്നും ഇവർ 10-45 കൊല്ലത്തേക്ക് ഞങ്ങൾ ഇവരെ ശിക്ഷിച്ചിട്ടുണ്ടെന്നും ഒക്കെ പാകിസ്ഥാൻ പറഞ്ഞിട്ട് ഈ ലാഹോറിലെ കേന്ദ്രത്തിനെ പറ്റി നമ്മൾ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞതാണല്ലോ. ഇയാളുടെ താമസ സ്ഥലം ഞങ്ങൾ സബ് ജയിലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ ഭാവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിർഭയം അല്ലേ? നിർഭയം നിരന്തരം അവിടെ ജീവിക്കാം എന്നുള്ളതാണല്ലോ പാകിസ്ഥാൻ പറയുന്നത്. അപ്പൊ പാകിസ്ഥാൻ ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ ഒസാമ ബിൻ ലാദന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഇവിടെയൊന്നും ഇല്ല, പാകിസ്ഥാനിലല്ല. എന്നിട്ട് POKയിലെ അബോട്ടാബാദില് ഒസാമ ബിൻ ലാദനെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് കണ്ടുപിടിച്ച് ലൊക്കേറ്റ് ചെയ്ത് ആണ്. നമുക്കും ഈ താമസിക്കുന്ന സ്ഥലങ്ങളും
ഇപ്പൊ 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചല്ലോ, 24 കേന്ദ്രത്തിന്റെ പട്ടികയുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ അതുകൊണ്ട് ഇത് ആക്രമണത്തിന്റെ ആദ്യ ഗഡു എന്ന് കരുതിയാൽ മതി. ഇതിവിടെ തീരുന്നില്ല, തുടക്കമായിട്ടേ ഉള്ളൂ അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.